Module 4, next section, Understanding Cascading Style Sheets, CSS Styling Sheets. അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ബേസിക്സ് ഓഫ് സി എസ് എസ്, എന്താണ് സി എസ് എസ് എന്ന് പറയുന്നത്? സോ സി എസ് എസ് എന്ന് പറയുന്നത് സി എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. കാസ്കേഡിംഗ് മീൻസ് ഇറ്റ് ഫോളോസ് ദ സം റൂൾസ് ഡൗൺ സ്ട്രീം. ഓക്കെ, സോ മുകളിൽ നിന്ന് താഴേക്ക് സർട്ടൺ റൂൾസ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. അങ്ങനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയും. സോ നമ്മൾ HTML വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. വെബ് പേജിൽ ഓരോ സെക്ഷനും അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫ് ഹെഡിങ്സ്, ഓരോന്നിനെയും കളർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഓരോ സെക്ഷൻ്റെയും കളർ കൊടുക്കാൻ നേരത്ത് ഇൻഡിവിജ്വലി ഓരോ യൂണിറ്റിനും എന്താണ് കളർ കൊടുക്കേണ്ടത്, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ എന്തിനാണ് സി എസ് എസ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ അപ്പിയറൻസ് ആൻഡ് ഫോർമാറ്റിംഗ് ഓഫ് വെബ് കണ്ടന്റ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന HTML പേജ് എങ്ങനെ അതിൻ്റെ അപ്പിയറൻസിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലിംഗ് കോഡാണ് CSS എന്ന് പറയാം. സോ CSS സെപ്പറേറ്റ്സ് കണ്ടന്റ് ഫ്രം ഡിസൈൻ. സോ വെബ് പേജിൻ്റെ കണ്ടന്റ് ടെക്സ്റ്റ് ആയിട്ടോ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അതിൽ യാതൊരു ബന്ധവുമില്ല. ഇറ്റ് അലോവിങ് ഡെവലപ്പേഴ്സ് ടു ഡിഫൈൻ ദ സ്റ്റൈൽ once and apply it across multiple pages. അപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് ഷീറ്റിൽ നമ്മളൊരു ഡിസൈൻ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഡിസൈൻ റൂൾസ് ഉപയോഗിച്ച് എല്ലാ വെബ് പേജുകളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫയൽ ആണ് CSS ഫയൽ എന്ന് പറയുന്നത്. സോ കീ ബെനിഫിറ്റ്സ് ഓഫ് CSS. എന്ത് CSS യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ്? സോ ഈ പറയുന്ന CS കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് HTML കോഡിൽ തന്നെ ഓരോരോ സെക്ഷനും വിളിക്കുമ്പോൾ, ഓരോ പാരഗ്രാഫ് വിളിക്കുമ്പോൾ, ഓരോ ഹെഡിങ് വിളിക്കുമ്പോൾ അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഫോണ്ട് ഫാമിലി, ലൈൻ സ്പേസിങ്, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു CSS ഫയലിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കീ ബെനിഫിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. സോ കൺസിസ്റ്റൻസി, അപ്ലൈ ദ സെയിം സ്റ്റൈൽ അക്രോസ് മൾട്ടിപ്പിൾ പേജസ്. ഡിഫറെൻറ്റ് പേജുകളിലേക്ക് നമുക്ക് സെയിം സ്റ്റൈലിംഗ് ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ്, എഫിഷ്യൻസി, മോഡിഫൈ വൺ CSS ഫയൽസ് ടു അപ്ഡേറ്റ് ഓൾ ലിങ്ക്ഡ് പേജ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റൈൽ റെഫറൻസ് ആക്കി വെച്ചിരിക്കുന്ന വെബ് പേജിൽ എല്ലാറ്റിനെയും കൂടി മോഡിഫൈ ചെയ്യാനായിട്ട് സ്റ്റൈലിംഗ് അല്ലെങ്കിൽ CSS ഫയലിന് മാത്രം നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ വെബ് പേജിൽ പോയിട്ട് ഓരോ സെക്ഷൻ ഐഡന്റിഫൈ ചെയ്ത് ആ സെക്ഷൻ നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. CSS ഫയലിനെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ വെബ് പേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ പ്രിസിഷൻ, കൺട്രോൾ ഫോൺസ്, കളേഴ്സ്, സ്പേസിംഗ്, പൊസിഷനിങ്, ബോർഡേഴ്സ്, മച്ച് മോർ. അതായത് കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട്, പ്രിസൈസ് ആയിട്ട് നമുക്ക് CSS ഫോർമാറ്റ് ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ യൂണിറ്റ് സപ്പോർട്ട് അലൗസ് യൂസർ യൂസിങ് ഫെമിലിയർ യൂണിറ്റ്സ് ലൈക്ക് ഇഞ്ച്, മില്ലിമീറ്റർ, പോയിന്റ്, പിക്കാസ്, അങ്ങനെ കുറേ മെഷർമെന്റ് സപ്പോർട്ട്സ്, മെഷർമെന്റ് യൂണിറ്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. Then advanced layout, positions, graphics and text at specific coordinates or relative to other elements. നമുക്ക് ഒരു ഇമേജോ ഒരു ഓഡിയോ സ്ട്രീമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയലോ ഒക്കെ പ്ലേ ചെയ്യാൻ നേരത്തെ അതിൻ്റെ പൊസിഷൻ നമുക്ക് കോർഡിനേറ്റ് വെച്ച് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് റെഫറൻസ് ആയിട്ട് അതിൻ്റെ റിലേറ്റീവ് ടു ദാറ്റ് എലമെന്റ് എത്ര ഡിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് പറഞ്ഞ് ഫോർമാറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഹൗ CSS വർക്ക്സ്, എങ്ങനെയാണ് നമ്മൾ CSS വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ CSS എന്ന് പറഞ്ഞതുപോലെ സ്റ്റൈൽ ഷീറ്റ് ആണ്, കളക്ഷൻ ഓഫ് ഫോർമാറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, അതായത് കോഡ് തന്നെയാണ് നമ്മൾ CSS എന്ന് പറയുന്നത്, അപ്ലൈഡ് ടു HTML എലമെന്റ്സ്. ഇറ്റ് ക്യാൻ ബി ഇന്റേണൽ. CSS എന്ന് പറയുന്നത് ഇന്റേണൽ ആകാം, അതായത് HTML ഫയലിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതാകാം, ഓർ എക്സ്റ്റേണൽ, സെപ്പറേറ്റ് ഒരു ഫയൽ നെയിം ഡോട്ട് CSS എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫയൽ. ഈ രണ്ട് രീതിയിൽ നമുക്ക് CSS ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റൈൽ റൂൾസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഹൗ എൻ HTML എലമെന്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ്. സോ HTML നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കോഡ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന കുറേ കോഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളുടെ സ്റ്റൈൽ റൂൾസ് എന്ന് പറയുന്നത്. സോ ഓരോന്നിനും ഓരോ റൂൾസ് ഉണ്ട്. സോ സ്റ്റൈൽ റൂളിന്റെ സിൻടാക്സ്, സെലക്ടർ, പ്രോപ്പർട്ടി, വാല്യൂ. സെലക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടാഗ് ആകാം, നമ്മൾ HTML കോഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാഗ്സ് ആകാം. ഫോർ എക്സാമ്പിൾ P ടാഗ് ആകാം, H ഹെഡർ ടാഗ് ആകാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏത് ടാഗ്സിലും നമുക്ക് ഇവിടെ സെലക്ടർ എന്ന് പറയുന്ന പോയിന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടി, കോളൻ വാല്യൂ. ഫോർ എക്സാമ്പിൾ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കളർ, ദെൻ കോളൻ റെഡ് എന്ന് പറയാം. സോ P
ദെൻ കളർ കോളൻ റെഡ് ക്ലോസ് ബ്രാക്കറ്റ് ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാരഗ്രാഫിന്റെയും കളർ എന്ന് പറയുന്നത് റെഡ് ആയിട്ട് മാറും. Okay, so example P color red. So this is a typical example of making all paragraphs in the web page with the color is equal to red. Okay, so ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫയൽസിന് അല്ലെങ്കിൽ മെത്തേഡിനെയാണ് നമ്മൾ CSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, so as explained, selector is the part of the CSS rules that targets HTML elements we want to style. എന്തിനെയാണോ നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണോ കളർ ചെയ്യേണ്ടത്, എന്തിനെയാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്, ആ പർട്ടിക്കുലർ എലമെന്റ്സ് അല്ലെങ്കിൽ ടാഗിനെയാണ് നമ്മളവിടെ സെലക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുള്ള ടാഗ്സ് എന്ന് പറഞ്ഞാൽ പി, പാരഗ്രാഫ്, ഹെഡർ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഒരു പർട്ടിക്കുലർ ഹെഡറിന് മാത്രം അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫിന് മാത്രം അപ്ലൈ ചെയ്യണം. സോ ക്ലാസ് ഇസ് ഈക്വൽ ടു മൈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിൽ സി ലേറ്റർ. സോ മൈ ക്ലാസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഐഡിയിലുള്ളതിന്, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ പി ഉള്ളതിന്, അങ്ങനെയുള്ള ഡിഫറൻറ്റസ് ഇതൊക്കെയാണ് സെലക്ടേഴ്സിൽ വരിക. മീനിങ്, സോ പി ആണെങ്കിൽ സെലക്ട് ഓൾ പാരഗ്രാഫ്സ്, H1 എന്ന് പറയുന്ന ഓൾ H1 എലമെന്റ്സ്. ദെൻ മൈ ക്ലാസ് എലമെന്റ്സ് ഇത് മൈ ക്ലാസ് ഒരു പർട്ടിക്കുലർ ലേബലുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് സെലക്ട് ദ എലമെന്റ്സ് വിത്ത് ID നമ്പർ, സെലക്ട്സ് ഓൾ പി ഇൻസൈഡ് ഡിവിഷൻ ക്ലാസ്സിലുള്ള എല്ലാ പാരഗ്രാഫിന്റെയും div p എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ പി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പാരഗ്രാഫ്സിലേക്കും ഈ രണ്ട് ടാഗ്സിനിടയിലുള്ള എല്ലാറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് പി ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ ഹെഡറിന്റെയും പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഇത് ഡിഫറെന്റ് എക്സാമ്പിൾസ് നമ്മൾ ഓരോ യൂസ് കേസ് നമ്മൾ കാണും. So CSS എന്ന് പറയുന്നത് tells the browser apply these styles to these elements. സോ പിയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിയിൽ വരുന്ന എല്ലാ എലമെന്റ്സിലേക്കും അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എലമെന്റ്സ് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ സെലക്ടർ ദെൻ ബ്രേസ് ബ്രാക്കറ്റ്സിലെ നമ്മളുടെ പ്രോപ്പർട്ടീസ് കോളൻ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ എക്സാമ്പിൾ. സോ എക്സാമ്പിൾ ഈസ് ഡിവിഷൻ സ്റ്റൈൽ ഈക്വൽ ടു കളർ കോളൻ ഗ്രീൻ. സോ ഇത് ഇൻലൈൻ CSSന്റെ ഒരു ഫോർമാറ്റ് ആണ്. സോ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റം, ഒരു ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഐറ്റം. അതിൻ്റെ അകത്ത് ഒരു ഹെഡേഴ്സ് ഉണ്ടായിരിക്കാം, പാരഗ്രാഫ്സ് ഉണ്ടായിരിക്കാം, ഇമേജ് ഉണ്ടായിരിക്കാം, അങ്ങനെ കുറേ ഇമേജ്. സോ ഒരു ഡിവിഷൻ ക്ലാസ് ഇങ്ങനെ കൊടുക്കും, ദെൻ ഡിവിഷൻ ക്ലാസ് ക്ലോസ് ചെയ്ത് കൊടുക്കും. സോ ഡിവിഷൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് കുറേ ഹെഡേഴ്സ് ഉണ്ടായിരിക്കും, കുറേ പാരഗ്രാഫ്സ് ഉണ്ടായിരിക്കും, ഇമേജ് ഉണ്ടായിരിക്കാം, വീഡിയോ ഉണ്ടായിരിക്കാം. സോ ഇതിങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഷൻ. സോ ഡിവിഷൻ അതിൻ്റെ സ്റ്റൈൽ ഈക്വൽ ടു കൊടുക്കുകയാണ് വിത്ത് ഇൻവേർട്ടഡ് കോഡ്സ് കളർ കോളൻ ഗ്രീൻ. അതായത് ഈ ഡിവിഷൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ സബ് എലമെന്റ്സിൻ്റെയും കളറ് ഗ്രീൻ ആയിട്ട് കൊടുക്കണം. സോ അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാറ്റിൻ്റെയും കളറ് നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണോ ആ പ്രോപ്പർട്ടി എല്ലാം അതിൻ്റെ ചൈൽഡിന് കിട്ടും. സോ ഇതൊക്കെ ചൈൽഡാണ്. ഡിവിഷൻ എന്ന് പറയുന്ന പേരൻറ്റിൻ്റെ ഒരു ചൈൽഡാണ് ഹെഡർ, വേറൊരു ചൈൽഡാണ് പാരഗ്രാഫ്, വേറൊരു ചൈൽഡാണ് ഇമേജ്, ഫോർ എക്സാമ്പിൾ. സോ നമുക്ക് ഒരു ഡിവിഷൻ ക്ലാസ് ഉണ്ട്. ദെൻ ഡിവിഷൻ ക്ലാസ്സിൻ്റെ സ്റ്റൈൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സ് കളർ റെഡ്. ദെൻ ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ഇതൊരു പാരഗ്രാഫ് കുറേ നമ്മളോട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആ പാരഗ്രാഫ് നമ്മളവിടെ ക്ലോസ് ചെയ്ത് വെച്ചു. ദെൻ നമുക്കൊരു ഹെഡർ വൺസ് ഉണ്ട്. ദെൻ ഹെഡർ വൺ ക്ലോസ് ചെയ്ത് വെച്ചു. ദെൻ നമുക്കൊരു ഇമേജ് ഉണ്ട്. ദെൻ ഇമേജ് ക്ലോസ് ചെയ്ത് വെച്ചു. ഓക്കെ, സോ അതിനുശേഷം ഡിവിഷൻ ക്ലാസ് ക്ലോസ് ചെയ്ത് വെച്ചു. സോ ഇതാണ് ഡിവിഷൻ ക്ലാസ്. സോ ഡിവിഷൻ എന്ന് പറയുന്ന പേരൻ്റാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ചൈൽഡാണ്. ചൈൽഡ് 1, ചൈൽഡ് 2, ചൈൽഡ് 3. ഓക്കെ, ഈ ചൈൽഡിന് എല്ലാറ്റിനും ഈ കോമൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ആയിരിക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ അതാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. ഇറ്റ് ഫോളോസ് ഡൗൺ. എല്ലാറ്റിനും ഒരേ റൂൾസ്, അവിടുന്ന് പറഞ്ഞിരിക്കുന്ന റൂൾ എന്താണോ അത് താഴേക്ക് എല്ലാറ്റിനും അപ്ലൈ ചെയ്യും. അണ്ടിൽ സം അനദർ ക്ലാസ്, അനദർ ഒരു CSS സ്റ്റൈലിംഗ് ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് വരെ എല്ലാറ്റിനും ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യും. അതാണ് നമ്മളുടെ ഒരു എക്സാമ്പിൾ ആയിട്ട്. സോ ഇത് ഈസ് എൻ എക്സാമ്പിൾ. സോ പി സ്റ്റൈൽ കോളർ ഒരു പാരഗ്രാഫിന്റെ വേറത്തെ എക്സാമ്പിൾ ആണ്. പി സ്റ്റൈൽ ഈക്വൽ ടു കളർ ബ്ലൂ, അതായത് പാരഗ്രാഫിന്റെ കളർ ബ്ലൂ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ദെൻ ദിസ് ടെക്സ്റ്റ് ഈസ് ബ്ലൂ. സോ ഇത് നമ്മൾ ഒരു HTML കോഡിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിനിടയ്ക്കുള്ള കണ്ടന്റ് എന്താണോ അതിന്റെ കളർ ബ്ലൂ ആയിരിക്കും. ദെൻ പി ദിസ് ടെക്സ്റ്റ് ഇസ് സ്റ്റിൽ ഗ്രീൻ. സോ ഇതിന്റെ കളർ ഗ്രീൻ ആകാൻ കാരണം ഇതിന്റെ മുൻപ് ഉപയോഗിച്ചിരിക്കുന്ന പാരഗ്രാഫിന്റെ സ്റ്റൈല് നമ്മൾ ഗ്രീൻ ആകാൻ കാരണം ഈ പാരഗ്രാഫിന്റെ സ്റ്റൈല് നമ്മൾ ഓവർ റൈഡ് ചെയ്ത്, റൂൾ ഓവർ റൈഡ് ചെയ്തു. ഒരു ഡിവിഷൻ ക്ലാസ്സിൽ നമ്മൾ സ്റ്റൈല് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കളർ ഗ്രീൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ റൂളിനെ ഓവർ റൈഡ് ചെയ്തു. അതായത് നമ്മൾ പുതിയൊരു കളർ ഇവിടെ ഡിഫൈൻ ചെയ്തു. ആ കളർ എവിടെയാണോ, ഏത്
ഇൻലൈനിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ക്ലാസ്സിന് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ആ ക്ലാസ് ക്ലോസ് ചെയ്ത് പുറത്തു വരുമ്പോൾ ഈ പാരഗ്രാഫ് ഏതിന്റെ പേരന്റ് ആണോ, ഇത് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഡിവിഷൻ ക്ലാസിന്റെ പേരന്റ് ആണ്. സോ ഈ ഡിവിഷൻ ക്ലാസിന്റെ പ്രോപ്പർട്ടി ആയ കളർ ഗ്രീൻ ഈ പാരഗ്രാഫിന് ആപ്ലിക്കബിൾ ആയിരിക്കും. സോ അതാണ് നമ്മളുടെ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്, ഓവർ റൈഡിങ് റൂൾ. സോ ഇൻഹെറിറ്റൻസ് റൂൾ ആൻഡ് ഓവർ റൈഡിങ് റൂൾ. ഇൻഹെറിറ്റൻസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ കളറൊന്നും സ്റ്റൈലൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ പാരഗ്രാഫ് ബിലോങ്സ് ടു ഏത് ക്ലാസ് ആണോ, ഏത് പേരന്റ് ആണോ അതിന്റെ ക്ലാസ്, അതിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുക. ഇവിടെ നമ്മൾ അത് ഓവർ റൈഡ്, ഇൻഹെറിറ്റ് നാച്ചുറലി അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ ഓവർകം ചെയ്ത് പുതിയൊരു റൂൾ അപ്ലൈ ചെയ്തു. അതിനാണ് നമ്മൾ ഓവർ റൈഡ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫിന്റെ കളർ ബ്ലൂ ആയിരിക്കും, സെക്കൻഡ് പാരഗ്രാഫിന്റെ കളർ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് അവിടെ ഗ്രീൻ എന്നുമായിരിക്കും. then division class close ചെയ്യും. സോ ഇതാണ് ഇൻലൈൻ CSSന്റെ ഒരു എക്സാമ്പിൾ. സോ ഡിവിഷൻ സ്റ്റൈൽ ഇസ് ഇക്വൽ ടു കളർ കോളൻ ഗ്രീൻ. ജസ്റ്റ് എക്സാം നമ്മൾ പറഞ്ഞതിന്റെ മീനിങ് ആണ്. സോ ദിസ് സെറ്റ്സ് ദ ഡിഫോൾട്ട് ടെക്സ്റ്റ് കളർ ടു ഗ്രീൻ ഫോർ എവറിഥിങ് ഇൻസൈഡ് ഡിവിഷൻ ക്ലാസ്. ഡിവിഷൻ ക്ലാസിന്റെ അകത്തുള്ള എല്ലാത്തിന്റെയും ഡിഫോൾട്ട് കളർ ഗ്രീൻ ആക്കി മാറ്റും. ദിസ് ഈസ് കോൾഡ് ഇൻലൈൻ സ്റ്റൈൽ ബിക്കോസ് CSS ഈസ് റിട്ടൺ ഡയറക്ട്ലി ഇൻസൈഡ് HTML ടാഗ്. HTML ടാഗിന്റെ അകത്ത് തന്നെ നമ്മൾ CSS ഫോർമാറ്റിംഗ് ഒരു സ്റ്റൈലിംഗ് കോഡ് എഴുതിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഫോർമാറ്റിനെ ഇൻലൈൻ CSS എന്നാണ് പറയാം. So this text is green. So this line of text is not inside any p tag, so it inherits the green color. So ഒരു കളർ ഇൻഹെറിറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റും. ദിസ് എക്സാമ്പിൾ എഴുതാൻ പറ്റും. ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഇതാണ് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത്. ഇതിന് നമ്മൾ പാരഗ്രാഫ് ബ്ലൂ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും പറയാത്തത് കൊണ്ട് കളറ് അതിന്റെ ഡീഫോൾട്ട് കളറായ ഗ്രീൻ ഇൻഹെറിറ്റ് ചെയ്ത് വരും. അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ദെൻ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് അവിടെ നമ്മൾ ഒരു കളറിന് ഒരു സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ. സോ ആ ടെക്സ്റ്റ് കളറിന്റെ കളർ ബ്ലൂ ആയിട്ട് മാറും. ദിസ് പാരഗ്രാഫ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻലൈൻ CSS ഗെറ്റിംഗ് ദ കളർ ബ്ലൂ. ഇറ്റ് ഓവർ റൈഡ്സ് ദി ഡീഫോൾട്ട് കളറിന് ഓവർ റൈഡ് ചെയ്ത് പോകും. ഡിവിഷന്റെ കളർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആണ്. അതിനെ ഓവർ റൈഡ് ചെയ്ത് ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു റൂൾ അപ്ലൈ ചെയ്തു. അതുകൊണ്ട് ആ പാരഗ്രാഫിന്റെ കളർ ബ്ലൂ ആയിട്ട് മാറി. സോ ദിസ് ടെക്സ്റ്റ് സ്റ്റിൽ ഗ്രീൻ. സോ നമ്മൾ പറഞ്ഞ കോഡിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഓൾറെഡി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. ഹിയർ ഈസ് യുവർ ടെക്സ്റ്റ് ഫോർ റീഡിംഗ്. സോ ടൈപ്സ് ഓഫ് സ്റ്റൈൽ ഷീറ്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇൻലൈൻ സ്റ്റൈൽസ് ഉണ്ട് ആഡ് ഡയറക്ട്ലി വിത്തിൻ ദി HTML ക്ലാസ്. സോ ഇൻലൈൻ സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ HTML ടാഗിന്റെ അകത്ത് നേരിട്ട് CSS ഫോർമാറ്റിംഗ് കോഡ് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽസിങ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇന്റേണൽ സ്റ്റൈൽസ് റിട്ടേൺ ഇൻ ദ സ്റ്റൈൽ ടാഗ് ഇൻസൈഡ് ദ ഹെഡ് ഓഫ് ദ HTML. നമ്മൾ ഒരു ടൈറ്റിലിൻ്റെ അകത്ത് ഒരു ഹെഡ്, അതിനകത്ത് ടൈറ്റില്, ഈ ഹെഡിന്റെ അകത്ത് തന്നെ നമുക്ക് സ്റ്റൈൽ ഈക്വൽ ടു ഓരോ പ്രോപ്പർട്ടീസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇന്റേണൽ സ്റ്റൈൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഹെഡിന്റെ അകത്ത് ബോഡിയിലുള്ള എല്ലാ കണ്ടന്റിന്റെയും സ്റ്റൈല് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ ഇന്റേണൽ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ, സോ 3 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. മൂന്നാമത്തെ മെത്തേഡ് എക്സ്റ്റേണൽ CSS ആണ്. സ്റ്റോർഡ് ഇൻ എ സെപ്പറേറ്റ് .css ഫയൽ. അതായത് നമുക്കൊരു സ്റ്റൈലസ് .css എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫയൽസിൽ കംപ്ലീറ്റ് CSS കോഡ് എഴുതി വെച്ചു. ആ കോഡ് ഇതിലേക്ക് ഒരു റെഫറൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു ലിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളുടെ ഹെഡിൽ ഒരു ലിങ്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന മെത്തേഡിനെയാണ് എക്സ്റ്റേണൽ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. സോ ഈ 3 മെത്തേഡ്സിലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. സോ വാട്ട് ഈസ് എ സ്റ്റൈൽ ഷീറ്റ്? സോ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫോർമാറ്റിംഗ് റൂൾസ് ലൈക്ക് ഫോൺസ്, കളേഴ്സ്, സ്പേസിംഗ് ദാറ്റ് കൺട്രോൾ ദ അപ്പിയറൻസ് ഓഫ് ദ വെബ് പേജസ്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇറ്റ് സെപ്പറേറ്റ്സ് ദ കണ്ടന്റ് ഫ്രം പ്രസന്റേഷൻ. CSS എന്ന് പറയുന്ന സ്റ്റൈലാണ്, പ്രസന്റേഷൻ ആണ്, അപ്പിയറൻസ് ആണ്. HTML എന്ന് പറയുന്നത് വെബ് പേജിന്റെ കണ്ടന്റ് ആണ്. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HTML ആൻഡ് CSS. Then common style properties. ഹെഡിങ്ങിന് നമുക്ക് ബോൾഡ്, ലാർജ്, വദാന ഫോണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈം സീരീസ് നമുക്ക് ഡിഫറെൻറ്റ് ഫോൺസ് അറിയാം. ആ ഓരോ ഫോൺസ് ഫാമിലി നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ബോഡി ടെക്സ്റ്റ് സൈസ് കൊടുക്കാൻ പറ്റും. ഇമേജ് ഫ്ലോട്ട് ടു റൈറ്റ്, എക്സാമ്പിൾ logo.gf. ടെക്സ്റ്റ് കളർ കൊടുക്കാൻ പറ്റും. മാർജിൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പാരഗ്രാഫിന് ലൈൻ സ്പേസിങ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫുട് നോട്ട്സ് കൊടുക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന CSS സ്റ്റൈൽസിന്റെ ഒരു ഡിഫറെന്റ് സെലക്ടേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ. ഇതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. എനിവേ ദീസ് ആർ സം കോമൺസ്. ദെൻ എക്സ്റ്റേണൽ സാമ്പിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റൈലസ് .css നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ നെയിം
.css അതിൻ്റെ അകത്ത് നമുക്ക് നോട്ട് പാഡിൽ എഡിറ്റ് ചെയ്ത് ബോഡി, അതിൻ്റെ ബോഡിയുടെ ഫോണ്ട് സൈസ് എത്രയാണ്, 10 പോയിന്റ് ബോഡി സൈസ്, ഫോണ്ട് ഫാമിലി വെർദാന, ഗനവ, ഏരിയൽ, ഹെൽവെറ്റിക്ക, സൺ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ്ട് ഫാമിലി നമ്മൾ സിസ്റ്റത്തിൽ വെർദാന ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ യൂസ് ദ ഫസ്റ്റ് പ്രിഫറൻസ്. ഇത് ഇൻസ്റ്റാൾഡ് അല്ല, അത് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ ഫോണ്ട് ഫാമിലി അവൈലബിൾ അല്ലെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസ് ആയ ഗനേവ യൂസ് ചെയ്യുക. ഇത് അവൈലബിൾ അല്ല എങ്കിൽ ഏരിയൽ യൂസ് ചെയ്യുക. ഇത് അവൈലബിൾ അല്ല എങ്കിൽ അടുത്ത പ്രിഫറൻസ് ആയ നാലാമത്തത് ഉപയോഗിക്കുക. അതും അവൈലബിൾ അല്ല എങ്കിൽ അഞ്ചാമത് ഉപയോഗിക്കുക. ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ സിസ്റ്റത്തിന് ഡീഫോൾട്ട് ഫോണ്ട് ഫാമിലി യൂസ് ചെയ്യുക. അതാണ് നമ്മുടെ CSS കൊടുക്കുന്ന ഒരു ഫോണ്ട് ഫാമിലിയുടെ മെത്തേഡ്. ദെൻ കളർ കോളൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ എല്ലാ കണ്ടന്റിന്റെയും എല്ലാ ഒബ്ജക്ട്സിന്റെയും കളർ ബ്ലാക്ക് ഡിഫൈൻ ചെയ്തു. ദെൻ ലൈൻ ഹൈറ്റ് 14 പോയിന്റ്, ഓരോ ലൈൻസിന്റെയും ഹൈറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം 14 പോയിന്റ്. ദെൻ പാഡിങ് ലെഫ്റ്റിലേക്കുള്ള പാഡിങ്, അതായത് നമ്മളുടെ ലെഫ്റ്റ് ബോർഡർ കഴിഞ്ഞ് 5 പോയിന്റിന് ശേഷം കണ്ടന്റ് എഴുതി തുടങ്ങുക. അതുപോലെ പാഡിങ് റൈറ്റ് നമ്മുടെ ബോർഡറിൽ കഴിഞ്ഞ ശേഷം ബോർഡറിന് മുൻപ് 5 പോയിന്റ് വരെ നമുക്ക് കണ്ടന്റ് ലിമിറ്റ് ചെയ്യാം. അതുപോലെ പാഡിങ് അറ്റ് ദ ടോപ്പ്, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് വന്നു, ടോപ്പിന്റെ ബോർഡറിൽ 5 പോയിന്റ് പാഡിങ് കൊടുക്കാം. സോ ലെഫ്റ്റ് പാഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇതാണ് റൈറ്റ് പാഡിങ്. ദെൻ ടോപ്പ് പാഡിങ്, അതുപോലെ നമുക്ക് ബോട്ടം പാഡിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. സോ ഓരോ പാഡിങ് എത്ര വേണം എന്ന് നമുക്ക് ഇതുപോലെ CSS ഫയലിൽ കൊടുക്കാൻ പറ്റും. സോ ബോഡിയിലെ എല്ലാ ഒബ്ജക്ട്സിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പ്രോപ്പർട്ടീസ് നമ്മൾ മാനേജ് ചെയ്യുന്നത് ഒരു CSS ഡോട്ട് അല്ലെങ്കിൽ ഫയൽ നെയിം ഡോട്ട് CSS ഓപ്പൺ ചെയ്തതിന് ശേഷം, നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് റെഫറൻസ് കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് കണ്ടന്റിന്റെയും സ്റ്റൈല് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു എക്സാമ്പിൾ ആയിട്ട് H1 ഓൾറെഡി നമ്മൾ കണ്ടതാണ്. H1 എന്ന് പറയുന്നത് ഒരു ഹെഡറാണ്. ഡിഫറെൻറ്റ് ഹെഡേഴ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെഡേഴ്സ് H1 to H6 ഉണ്ട്. അതിൽ ഏറ്റവും സൈസ് കൂടിയ ഹെഡറാണ് H1 എന്ന് പറയുന്നത്, ഏറ്റവും ലീസ്റ്റ് സൈസിലുള്ള ഹെഡറാണ് H6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഹെഡറിൻ്റെയും ഡീഫോൾട്ട് സൈസ് അല്ലാതെ ഹെഡറിൻ്റെ സൈസ് എത്ര വേണം എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഫോണ്ട് 14 പോയിന്റ്, ദെൻ ഫാമിലി വർധന, ഗനവ, ഏരിയൽ എന്നൊക്കെ ഫാമിലീസ് കൊടുത്തു. ഫോണ്ട് നമുക്ക് ബോൾഡിൽ പ്രിന്റ് ചെയ്തു. ദെൻ ലൈൻ ഹൈറ്റ് 20 പോയിന്റ് പറഞ്ഞു. ദെൻ H1 എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ എല്ലാം ആയിരിക്കും. ദെൻ P ഡോട്ട് സബ് ഹെഡർ, ദെൻ ഫോണ്ട് വെയിറ്റ് ബോൾഡ്, ദെൻ കളർ കൊടുത്തു. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പർപ്പിളിന് ഇക്വലന്റ് ആയിട്ട് ഒരു കളർ കോഡാണ് 593D87 എന്ന് പറയുന്നത്. സോ P ഡോട്ട് സബ് ഹെഡർ എന്ന് പറയുന്നത് നമുക്ക് എവിടെയോ ഒരു P എന്ന് പറയുന്ന ഒരു നമ്മളുടെ HTML P എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് ക്ലാസ് ഈക്വൽ ടു ഡാഷ് സബ് ഹെഡർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് സബ് ഹെഡർ എന്ന് വിളിക്കുന്ന ക്ലാസ്സിലുള്ള P പാരഗ്രാഫിന്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ കൊടുക്കുക. സോ അതിന്റെ ഫോണ്ട് വെയിറ്റ് ബോൾഡ് വന്നു, കളർ കൊടുത്തു, അതുപോലെ ഫോണ്ട് ഫാമിലി ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇമേജ്, നമ്മളുടെ വെബ് സ്ക്രീനിൽ വെബ് പേജിൽ ഇമേജ് ഉണ്ട്. ആ ഇമേജിന്റെ ലെഫ്റ്റ് പാഡിങ് 3 കൊടുത്തു, പാഡിങ് അല്ലെങ്കിൽ എല്ലാ സൈഡിലേക്കും 3 പോയിന്റ് കൊടുത്തു, ഫ്ലോട്ട് റൈറ്റ് എന്ന് കൊടുത്തു. സോ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇതൊരു പർട്ടിക്കുലർ സ്ക്രീനിന്റെ നമ്മളുടെ സ്റ്റൈലിംഗ് ഫോർമാറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ഹെഡർ 1ന്റെ ഫ്ലോട്ട് റൈറ്റ് കൊടുത്തു. ഇത് ആദ്യത്തിൽ ഇത് മിസ്സിംഗ് ആയിരുന്നു, സോ ഫ്ലോട്ട് റൈറ്റ് കൊടുത്തു. ദെൻ A എന്ന് പറയുന്ന ഒരു ടാബ് ടെക്സ്റ്റ് ഡെക്കറേഷൻ സിസ്റ്റങ്ങൾ. സോ A എന്ന് പറയുന്നത് നമ്മളുടെ വെബ് പേജിൽ വേറൊരു വെബ് പേജിലേക്കുള്ള റെഫറൻസ് ഉണ്ട്. അതിന് നമ്മൾ HREF എന്ന് പറയും, HREF. സോ വേറൊരു വെബ് പേജിന്റെ ലിങ്ക് നമുക്ക് അവൈലബിൾ ആണ് നമ്മളുടെ വെബ് പേജിൽ. ആ ലിങ്കിന്റെ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നതാണ് A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ google.com എന്ന് പറയുന്ന ഒരു HREF ഉണ്ട്. HREF is equal to google.com ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ google.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ആണ്. സോ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അണ്ടർലൈൻ ചെയ്യുകയോ ഒന്നുമില്ല. അണ്ടർലൈൻ വേണമെങ്കിൽ ഇവിടെ അണ്ടർലൈൻ കൊടുക്കണം. സോ ഇവിടെ നൺ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ലിങ്കിന്റെ കളർ അല്ലെങ്കിൽ ഡെക്കറേഷൻ ഒന്നുമില്ല, നോർമലി ഒരു ടെക്സ്റ്റ് പോലെ അപ്പിയറൻസ് വരിക. ദെൻ A ഡോട്ട് ലിങ്ക്, A ഡോട്ട് വിസിറ്റഡ്. A ഡോട്ട് ലിങ്ക് അത് നമ്മൾ ആ വെബ് ഒരു ലിങ്ക് നമ്മളുടെ വെബ് പേജിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ A ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിങ്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, നോർമലി അത് റെൻഡർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വരുന്ന പ്രോപ്പർട്ടി. അല്ലെങ്കിൽ A ഡോട്ട് വിസിറ്റഡ്, അതിലേക്ക് നമ്മൾ ജസ്റ്റ് കർസർ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ്. ഇത് രണ്ടാണ് A ഡോട്ട് ലിങ്കും ആൻഡ് A കോളൻ വിസിറ്റഡ്. A കോളൻ ലിങ്കും A കോളൻ വിസിറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ലിങ്കുകളുടെ കളറ് നമുക്ക് ബ്ലൂവിൽ കൊടുക്കണം. ദെൻ അതാണ് ഒരു പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക.
ദെൻ എ ഡോട്ട് ഹോവർ, എ ഡോട്ട് ആക്റ്റീവ്. എ ഡോട്ട് ഹോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കർസർ ആ ലിങ്കിന്റെ മേളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ക്ലിക്ക് ഇവന്റ്, അതാണ് ആക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് കളർ ഓറഞ്ച് ആക്കുക. സോ ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്നത്. സോ നമ്മളുടെ വെബ് പേജിൽ ഒരു വെബ് ലിങ്ക് ഉണ്ട്. ആ വെബ് ലിങ്കിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, അണ്ടർലൈൻ ഒന്നും വേണ്ട. സോ ഗൂഗിൾ .co ഇങ്ങനെ ജസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഇരിക്കുക. ദെൻ എ ഡോട്ട് ലിങ്ക്, എ ഡോട്ട് വിസിറ്റ്. ഇവിടേക്ക് നമ്മൾ കർസറിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴും അത് ജസ്റ്റ് അതിൻ്റെ അകത്ത് കർസർ ഇല്ലാത്ത സമയത്തും ഇത് ബ്ലൂ കളറിൽ കാണിക്കുക. ദെൻ എ ഡോട്ട് ഹോവർ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ മേളിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ ഓറഞ്ച് ആക്കി മാറ്റുക. ഓക്കെ, സോ ഇതാണ് ഈ എ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിവിഷൻ ഫൂട്ടർ, അതായത് ഒരു ഡിവിഷൻ ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ ഫൂട്ടറാണ് അതിൻ്റെ ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസ് ലേബിളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫൂട്ടർ എന്നാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയുന്നത്. സോ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണ്. അതിൻ്റെ പേരാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസ് ലേബലാണ് ഫൂട്ടർ. നമ്മൾ ഒരു ഐറ്റത്തിന് ഒരു പേരിട്ട് വിളിക്കുന്നത് പോലെ നമ്മൾക്കൊരു പേരുള്ളത് പോലെ ഓരോ ഡിവിഷൻ ക്ലാസ്സിനും ഒരു പേര് കൊടുക്കാൻ പറ്റും. ആ പേരാണ് അതിൻ്റെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേരാണ് ഫൂട്ടർ കൊടുത്തിരിക്കുന്നത്. ദെൻ ഫോണ്ട് സൈസ് 9 പോയിന്റ് കൊടുത്തു, ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് കൊടുത്തു, ദെൻ ലൈൻ ഹൈറ്റ് 12 പോയിന്റ് കൊടുത്തു, ടെക്സ്റ്റ് അലൈൻ ഈസ് ഈക്വൽ ടു സെന്റർ കൊടുത്തു, ദെൻ പാഡിംഗ് ടോപ്പ് ഈസ് ഈക്വൽ 30 പോയിന്റ് കൊടുത്തു. ദെൻ ഓക്കെ, സോ നമ്മൾക്ക് നമ്മളുടെ വെബ് പേജിൽ ഒരു ഫൂട്ടർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ ക്ലാസ് ഈക്വൽ ടു ഫൂട്ടർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഡിവിഷൻ. ഓക്കെ, ദെൻ ഡിവിഷൻ ക്ലാസ് എവിടെയോ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡിവിഷൻ ക്ലാസ്. ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റിനെല്ലാം ഫോണ്ട് സൈസ് 9 പോയിന്റ്, ഇറ്റാലിക്കിൽ പ്രിന്റ് ചെയ്യുക, ലൈൻ ഹൈറ്റ് കൊടുത്തു, സെൻട്രൽ അലൈൻ കൊടുത്തു, 30 പോയിന്റ്, പാഡിംഗ് കൊടുത്തു, പാഡിംഗ് ടോപ്പ് കൊടുത്തു. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ആ ഡിവിഷൻ ഫൂട്ടറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. സോ മെഷർമെന്റ് യൂണിറ്റ്സ്. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു ഇത് വെച്ചിട്ടൊരു CSS ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ മെഷർമെന്റ് യൂണിറ്റ്സ് ഇൻ CSS ഓൾറെഡി പറഞ്ഞു. പോയിന്റ് എന്ന് പറയുന്നത് 1 ഇഞ്ച്, 72 പോയിന്റ് കൂടുതലാണ് 1 ഇഞ്ച്. സോ 1/72 ഇഞ്ച് ആണ് 1 പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ 12 പോയിന്റ് എന്നൊക്കെ പറയുന്നതിന്റെ സൈസ് 12/72 ഇഞ്ചാണ്. സോ അത് പോയിന്റ് ഡെഫിനേഷൻ. സോ പിക്സൽസ് എന്ന് പറയുന്നത് PX എന്ന് പറയുന്നത് പിക്സൽസ്, IN എന്ന് പറയുന്നത് ഇഞ്ച്, CM എന്ന് പറയുന്നത് സെന്റിമീറ്റർ, EM എന്ന് റിലേറ്റഡ് ടു ദ ഫോണ്ട് സൈസ് ഓഫ് ദ എലമെന്റ്. ഒരു എലമെന്റിന്റെ ഒരു ഫോണ്ട് സൈസ് ഉണ്ട്, അതിന്റെ റിലേറ്റീവ് വിത്ത് റെസ്പെക്ട് 1.5 ടൈംസ് അതിനൊക്കെയാണ് നമ്മൾ EM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 1.5 EM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരന്റിന്റെ ഫോണ്ടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈസിന്റെ 1.5 ടൈംസ് ആണ് EM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മളൊരു CSS ഫയലിൽ എക്സ്റ്റേണലി CSS ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ HTML-ലേക്ക് ലിങ്ക് ചെയ്യുന്നത്? സോ ടു യൂസ് എ CSS ഫയൽ വിത്തിൻ അവർ HTML നമുക്ക് ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യേണ്ടത് ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ അകത്താണ്. സോ ഹെഡ് സെക്ഷൻ്റെ അകത്ത് ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചാണ് നമ്മൾ CSS ഫയലിനെ നമ്മൾ HTML ഫയലിലേക്ക് ലിങ്ക് ചെയ്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിങ്ക് REL എന്ന് പറയുന്ന റിലേറ്റീവ് ടു സ്റ്റൈൽ ഷീറ്റ്. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ടെക്സ്റ്റ് ഫയൽ ആകാം അല്ലെങ്കിൽ .css ആകാം. href എന്ന് പറയുന്നത് സ്റ്റൈൽ .css, അതായത് നമ്മളുടെ HTML ഫയൽ ഏത് ലൊക്കേഷനിൽ കിടക്കുന്നോ അതേ ലൊക്കേഷനിൽ തന്നെ നമുക്ക് സ്റ്റൈലസ് .css എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടായിരിക്കണം. ഇതില്ല എങ്കിൽ നമ്മളുടെ ഡെവലപ്മെന്റ് ടൂൾസ് നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. ഓക്കെ, സോ ഇല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യും, അതിന്റെ ഡിഫോൾട്ട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടായിരിക്കും വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം അതിന്റെ ഡെവലപ്പർ പ്രോപ്പർട്ടീസിൽ അത് എററും കാണിക്കും. സോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഹെഡ് സെക്ഷനിൽ ലിങ്ക് ഇങ്ങനെ ഒരു ടാഗ് ഉപയോഗിച്ച് ലിങ്ക്, ദെൻ റിലേറ്റീവ് ടു സ്റ്റൈൽ ഷീറ്റ്, ദെൻ ടൈപ്പ്, ദെൻ href style.css എന്ന് പറയുന്ന ഒരു ഫയൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് ഈ വെബ് പേജിന് ആവശ്യമായ എല്ലാ സ്റ്റൈലിംഗ് റൂൾസും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. സോ ബെനിഫിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ CSS നമ്മൾ കണ്ടതാണ്. സെപ്പറേഷൻ ഓഫ് കണ്ടന്റ് ആൻഡ് പ്രസന്റേഷൻ, കൺസിസ്റ്റൻസി, ഈസി മെയിൻ്റനൻസ്, HTML റിമെയിൻസ് ക്ലീൻ ആൻഡ് ഫ്രീ ഫോം. സോ ഇത്രയാണ് അതിൻ്റെ എക്സ്റ്റേണൽ CSS ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
എക്സാമ്പിൾ HTML യൂസിങ് CSS ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ദെൻ ഒരു സിമ്പിൾ HTML ഫയൽ ഉണ്ട്, HTML പറഞ്ഞു. ദെൻ ഹെഡ്, സ്റ്റൈൽ, എബൌട്ട്, ബൗസി. ദെൻ അതിൻ്റെ അകത്ത് ലിങ്ക്, അതായത് ഒരു CSS ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റിലേറ്റീവ് ടു സ്റ്റൈൽ ഷീറ്റ്, ടൈപ്പ് പറഞ്ഞു, HRF, stylus.css. സോ stylus.css എന്ന് പറയുന്ന ഫയലിലാണ് നമ്മളുടെ ഫോർമാറ്റിംഗ് റൂൾസ് കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഹെഡ് പറഞ്ഞു. സോ ഹെഡ് അവിടെ ക്ലോസ് ചെയ്തു. ദെൻ ബോഡിക്കകത്ത് ഒരു ഹെഡിങ് ഉണ്ട്, എബൌട്ട് ബൗസി എന്ന് പറയുന്ന ഒരു ഹെഡിങ്. ദെൻ അതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫിൻ്റെ അകത്ത് ആദ്യം നമ്മളൊരു ഇമേജ് വെച്ചു. ഇമേജ് ടാഗാണ് IMG എന്ന് പറയുന്നത്. സോഴ്സ്, അതിൻ്റെ സോഴ്സ് ഒന്ന് logo.gif. നമ്മളുടെ ഈ ഫയൽ HTML ഫയൽ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത്, .html എവിടെയാണോ വെച്ചിരിക്കുന്നത്, അതേ ഫോൾഡറിൽ തന്നെ logo.gf എന്ന് പറയുന്ന ഫയലുണ്ട്. സപ്പോസ് ആ ഫയൽ മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ bowsy.logo എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ പ്രിന്റ് ചെയ്യും. സോ ദെൻ പാരഗ്രാഫ് അവിടെ ക്ലോസ് ചെയ്തു. പ്രോപ്പർട്ടീസ് അവിടെ ക്ലോസ് ചെയ്തു. ദ ബേ ഏരിയ വുമൻ സ്പോർട്സ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന കുറച്ച് ടെക്സ്റ്റ് നമ്മൾ അവിടെ കാണിക്കുന്നുണ്ടെന്ന് അർത്ഥം. വെബ് പേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദെൻ പാരഗ്രാഫ് അവിടെ ക്ലോസ് ചെയ്യും. ദെൻ ക്ലാസ് ഇസ് ഈക്വൽ ടു സബ് ഹെഡർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പാരഗ്രാഫിന് പ്രത്യേകിച്ച് പേരില്ല, ഒരു ക്ലാസ് ലേബൽ ഇല്ല. ബട്ട് ഈ പാരഗ്രാഫിന് ഒരു ക്ലാസ് ലേബൽ ഉണ്ട്. ആ ക്ലാസ് ലേബലാണ് സബ് ഹെഡർ. ദെൻ bowsy.history. സോ നമുക്ക് CSS നിന്ന് p.സബ് ഹെഡർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിന് മാത്രം ആ റൂള് ആപ്ലിക്കബിൾ ആയിട്ട് മാറും. അതിനാണ് നമ്മൾ സബ് ഹെഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. സബ് ഹെഡറിന് പകരം എന്ത് വേണം വയ്ക്കാം. സോ റൂൾ 1 എന്ന് എഴുതാം. സോ p.rule1 എന്ന് നമ്മൾ CSS ഫയൽ എഴുതേണ്ടി വരും. സോ bowsy.history എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ്, അതിൻ്റെ അകത്ത് ഉള്ള പ്രോപ്പർട്ടീസ് ആണ്, അതിൻ്റെ പേരാണ് സബ് ഹെഡർ എന്ന് പറയുന്നത്. ദെൻ വീണ്ടും ഒരു പാരഗ്രാഫ്, അതിനകത്ത് എന്തൊക്കെയോ ഒരു കണ്ടന്റ് നമുക്കുണ്ട്. ദെൻ പാരഗ്രാഫ് അവിടെ ക്ലോസ് ചെയ്തു. ദെൻ പുതിയൊരു പാരഗ്രാഫ്. ദെൻ അകത്ത് href, അതായത് നമുക്കൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിന്റെ പേര് സെക്കൻഡ് പേജ്.html എന്നാണ്. സോ വേറൊരു HTML ഫയൽ ഉണ്ട്. ദെൻ അവിടെ നമുക്ക് കാണിക്കണം കണ്ടിന്യൂ റീഡിങ് എന്ന് പറയുന്ന ആ hrefന്റെ അകത്ത് ലിങ്കിനോട് തൊട്ട് ചേർന്ന് കണ്ടിന്യൂ റീഡിങ് എന്ന് കാണിക്കണം. അല്ലെങ്കിൽ കണ്ടിന്യൂ റീഡിങ് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ സെക്കൻഡ് പേജ്.html ലോഡ് ചെയ്യുന്നത്. ദെൻ ടാഗ് ക്ലോസ് ചെയ്ത് റെഫറൻസ് href ക്ലോസ് ചെയ്തു, പാരഗ്രാഫ് ക്ലോസ് ചെയ്തു. ദെൻ ഡിവിഷൻ, പുതിയൊരു ഡിവിഷൻ ഡിഫൈൻ ചെയ്തു. ആ ഡിവിഷന്റെ പേര് നമ്മൾ ഫൂട്ടർ എന്ന് കൊടുത്തു. ദെൻ അവിടെ കുറച്ച് കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ഇവിടെ നമ്മളുടെ കണ്ടന്റ് ആണ്, നമ്മൾ കോപ്പി റൈറ്റ്സ് ഒക്കെ. സോ ഡിവിഷൻ ക്ലാസിന്റെ പേരാണ് ഫൂട്ടർ. സോ div.footer എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് എനിക്ക് കംപ്ലീറ്റ് അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ബോഡി നമ്മൾ ക്ലോസ് ചെയ്തു. സോ സിമ്പിൾ HTML ഫയൽ വിത്ത് stylus.css എന്ന് പറയുന്ന ഫോർമാറ്റ്. സോ ഈ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് നമ്മൾ അവിടെ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത ആ സ്റ്റൈലസ് ഫയൽസ്, CSS ഫയൽസിന്റെ കണ്ടന്റും ഈ HTML കോഡും ഉണ്ടെങ്കിൽ ഇതാണ് സ്റ്റൈലസ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ഹെഡർ ഫയൽസിന്റെയും hrefന്റെ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് പറഞ്ഞ കണ്ടന്റ് കംപ്ലീറ്റ്. ഈ കണ്ടന്റ് കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. H1 ഉപയോഗിക്കുക. p.സബ് ഹെഡർ എന്ന് പറയുന്ന പാരഗ്രാഫിന്റെ ഫോണ്ട്, അതിന്റെ കളറ്, ഇമേജിന്റെ പ്രോപ്പർട്ടീസ്, ദെൻ hrefന്റെ കളറ്, ഡെക്കറേഷൻ, ദെൻ ഫൂട്ടറിന്റെ കളറ്, കാര്യങ്ങളെല്ലാം വെച്ചു. ദെൻ അതിനുശേഷം നമ്മൾ ആ പാരഗ്രാഫിലേക്ക് വന്നു, HTML പേജിലേക്ക് വന്നു. ദെൻ സ്റ്റൈലസ് നമ്മളവിടെ റെഫറൻസ് വെച്ചു. ദെൻ ബോഡി വെച്ചു. ഓരോ ഹെഡർ 1 അതിനകത്തുണ്ട്. ഹെഡർ 1ന്റെ പ്രോപ്പർട്ടീസ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. p.സബ് ഹെഡറിൽ പ്രോപ്പർട്ടീസ് വിളിച്ചിട്ടുണ്ട്. ദെൻ division.footerൽ നമ്മൾ പ്രോപ്പർട്ടീസ് വിളിച്ചിട്ടുണ്ട്. സോ ഓരോ സെക്ഷനിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. സോ ഇങ്ങനെ ഒരു CSS ഫയല് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും അതിന്റെ നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ HTML ഫയൽ ഓപ്പൺ ചെയ്തു. സോ എബൌട്ട് ബവാസി എന്ന് പറയുന്നത് നമ്മളൊരു H1 പ്രോപ്പർട്ടിയിലുള്ളതായിരുന്നു. അതിന്റെ പ്രോപ്പർട്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണാൻ പറ്റാത്തത്. ആ കളർ നമുക്ക് അവിടെ റിയൽ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ. സോ ദ ഏരിയ ഓഫ് നമ്മൾ പാരഗ്രാഫിൽ കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ വന്നു. ദെൻ സെക്കൻഡ് ഹെഡിങ് വെച്ച് bowsy.history, ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ CSS ഫയലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ കുറച്ച് കണ്ടന്റ് വന്നു. ദെൻ കണ്ടിന്യൂ റീഡിങ്. സോ കണ്ടിന്യൂ റീഡിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നമ്മളുടെ സെക്കൻഡ് വെബ് പേജിലേക്കുള്ള ലിങ്ക് ആണ്. നമ്മളോട് ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് പേജിലോട്ട്.html എന്ന് പറയുന്ന ഫയല് ഓപ്പൺ ചെയ്യും. സോ ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ട് ഒരു HTML ഫയലും അതിന്റെ സ്റ്റൈലിംഗ് പേപ്പർ ഫയൽസ് ആയ CSS ഫയലും വെച്ച് ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്. സോ ഓക്കെ, ദെൻ യു ഹാവ് ആൻ എക്സാമ്പിൾ. ഒരു സിമ്പിൾ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്.
You are designing a personal web page that introduces readers to your favorite topics. You are designing a personal web page that introduces readers to your favorite topics. അതായത് ഒരു പേജ് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ അകത്ത് നമ്മളുടെ ആ പേജ് റീഡ് ചെയ്യുന്നവർക്ക് നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ടു എൻഷുവർ എ ക്ലീൻ ആൻഡ് കൺസിസ്റ്റന്റ് ഡിസൈൻ യു ഡിസൈഡ് ടു യൂസ് എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തിൽ നമ്മളോട് പറയുകയാണ് എക്സ്റ്റേണൽ CSS ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. Okay, so your goal is to create a well-structured web page with clearly defined select sections and a colorful layout. So നമ്മളുടെ വെബ് പേജിൽ നമ്മൾക്ക് കംപ്ലീറ്റ് ഈ CSS ഫയലിൽ കറക്റ്റ് ഡെഫിനേഷൻസ്, കറക്റ്റ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് മാനേജ് ചെയ്യണം. സോ ആ വെബ് പേജിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ടാസ്ക് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദി എബോവ് സിനാരിയോ, ഡിസൈൻ എൻ HTML വെബ് പേജ് ദാറ്റ് മീറ്റ്സ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. വെബ് പേജ് ഷുഡ് കണ്ടെയ്ൻ 3 ഹെഡിങ്സ്, 3 ഹെഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. റെപ്രസെൻറ്റിങ് സെക്ഷൻസ് ലൈക്ക് ആദ്യത്തെ ഹെഡിങ്ങിന് നമുക്ക് എബൌട്ട് മീ എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ഹെഡിങ്ങിന് മൈ ഹോബീസ് എന്ന് കൊടുക്കാം, മൂന്നാമത്തെ ഹെഡിങ്ങിന് ഫ്യൂച്ചർ ഗോൾസ് എന്ന് കൊടുക്കാം. ദെൻ നമ്മളുടെ വെബ് പേജിൽ 5 പാരഗ്രാഫ്സ് വേണം, 5 or 3 whatever it may be. Then 5 paragraphs of content. You can use placeholder text എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ about me. You can write your own data under about me. My hobbies, you can write your own hobbies under this heading. And the future goals, that also you can write your own sentences. So അതാണ് നമ്മൾ 5 പാരഗ്രാഫ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Then style the page. നമ്മൾ ഉപയോഗിക്കുന്ന വെബ് പേജിന് നമുക്ക് സ്റ്റൈൽ ചെയ്യണം യൂസിങ് എക്സ്റ്റേണൽ CSS ഫയൽ. സോ stylus.css എന്നോ മൈ style.css എന്നോ മൈ creation.css എന്നോ ഒരു ഫയൽ എഴുതിയതിനു ശേഷം അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതണം. എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് വരേണ്ടത്? യൂസ് അറ്റ്ലീസ്റ്റ് 3 നെയിംഡ് കളേഴ്സ്. നമ്മൾക്ക് നമ്മളുടെ പാരഗ്രാഫിനോ ഹെഡറിലോ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 3 കളർ യൂസ് ചെയ്യണം, റെഡ്, ബ്ലൂ, ഗ്രീൻ. ഏതെങ്കിലും 3 കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഷ് ഇട്ട് 6173 എന്നൊക്കെ എഴുതിയാലും നമുക്ക് ഹെക്സാഡെസിമൽ എഴുതിയാൽ നമുക്ക് ഒരു കളർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കീബോർഡ്സ് ഉപയോഗിച്ച് കളർ കൊടുക്കാൻ പറ്റും. അപ്ലൈ ഡിഫറെന്റ് CSS പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഡിഫറെന്റ് ഓരോ ഹെഡിനും ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി, ഫോണ്ട് സ്റ്റൈൽ, ടെക്സ്റ്റ് അലൈൻമെന്റ് എക്സെട്ര നമ്മൾ അപ്ലൈ ചെയ്യണം. ദെൻ ക്രിയേറ്റ് 2 ഡിവിഷൻ സെക്ഷൻസ്. നമ്മളുടെ വെബ് പേജിൽ 2 ഡിവിഷൻസ് ഉണ്ടായിരിക്കണം. ഈച്ച് വിത്ത് ഡിഫറെന്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ടെക്സ്റ്റ് കളർ. ഓരോന്നിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഡിഫൈൻ ചെയ്യണം, ഓരോന്നിൻ്റെ ടെക്സ്റ്റ് കളർ നമ്മൾ അപ്ലൈ ചെയ്യണം. സോ 2 ഡിവിഷൻ ക്ലാസ്സിൽ വി നീഡ് ടു എൻഷുർ ദാറ്റ് സം പാരഗ്രാഫ് ഇൻഹെറിറ്റ്സ് സ്റ്റൈൽസ്. അതായത് ഒരു ഡിവിഷൻ 1 പറഞ്ഞു, ദെൻ ഡിവിഷൻ 1 ക്ലോസ് ചെയ്തു, ഡിവിഷൻ 2 പറഞ്ഞു, ഡിവിഷൻ 2 ക്ലോസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഒരു 2 പാരഗ്രാഫ് വെച്ചു. ആദ്യത്തെ പാരഗ്രാഫിനെ നമ്മൾ ഓവർ റൈഡ് ചെയ്ത് ഒരു കളർ കൊടുക്കുക. സെക്കൻഡ് പാരഗ്രാഫിന് ഈ ഡിവിഷൻ ക്ലാസിന്റെ കളർ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ പ്രോപ്പർട്ടീസ് വരിക. അതിനെയാണ് നമ്മൾ ആ പ്രോപ്പർട്ടീസ് കൂടെ അപ്ലൈ ചെയ്തു എന്ന് ഉറപ്പാക്കുക എന്നാണ്. ഇതാണ് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഇതുപോലുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടുക. സോ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം. സോ ഡെമോൺസ്ട്രേറ്റ് ദ യൂസ് ഓഫ് CSS ഇൻഹെറിറ്റൻസ്. അതായത് ഈ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ഈ ഡിവിഷൻ ക്ലാസിന്റെ കളർ തന്നെ വരുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് മീൻസ് യു നീഡ് ടു എക്സ്പ്ലെയിൻ. സോ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ HTML ആൻഡ് CSS ഫയൽസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എക്സാമ്പിൾ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് സി HTML കോഡ്. ഈ വെബ് പേജിന്റെ അതായത് എബൌട്ട് മീ എന്നും അത് പറഞ്ഞിരിക്കുന്ന 3 ഹെഡിങ്ങിലുള്ള ഒരു വെബ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഡോക്യുമെന്റ് ടൈപ്പ് HTML കൊടുത്തു, എല്ലാത്തിലുള്ളതാണ്. HTML ടാഗ് കൊടുത്തു, ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ദെൻ ഹെഡ് ഓപ്പൺ ചെയ്തു, മെറ്റാ ക്യാരക്ടേഴ്സ്, അതിന്റെ ക്യാരക്ടേഴ്സ് UTF-8 എന്ന് കൊടുത്തു, അത് കമ്പൽസറി അല്ല. ദെൻ ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ മൈ പേഴ്സണൽ വെബ് പേജ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ വെബ് സ്ക്രീൻ എന്ന് പറയുന്നത് എബൌട്ട് മീ അല്ലെങ്കിൽ എബൌട്ട് അസ് ആണ്. സോ അതിന്റെ ടൈറ്റിലായിട്ട് മൈ പേഴ്സണൽ വെബ് പേജ് എന്ന് കൊടുത്തു. ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ദെൻ ഹെഡില് ഇമ്പോർട്ടന്റ് ആണ്, എക്സ്റ്റേണൽ CSS ആണ് യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ലിങ്ക് കൊടുക്കുന്നു. റിലേറ്റീവ് ടു stylus street കൊടുത്തു. href എന്ന് പറയുന്നത് ഇതാണ് ഫയലിന്റെ പേര്, ഫയൽ നെയിമിന്റെ പേര് ലിങ്ക് ചെയ്യേണ്ടത് href ഉപയോഗിച്ചിട്ടാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. href = stylus.css. ഇത് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ആ ഫോൾഡറിൽ നമ്മളുടെ ഈ HTML ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം ഫോൾഡറിൽ നമുക്ക് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ റെഫറൻസ് അഡ്രസ്സ്, കംപ്ലീറ്റ് അഡ്രസ്സ് ഇവിടെ പാസ് ചെയ്യേണ്ടി വരും വേറെ ഏതെങ്കിലും ഫോൾഡറിലാണെങ്കിൽ. ദെൻ നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്യും. സോ നമ്മളുടെ HTML പേജിൽ 2 സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഹെഡ്, രണ്ടാമത്തത് ബോഡി. സോ ഹെഡിൽ CSS ഫയൽസ് എവിടെയാണെന്നുള്ള റെഫറൻസ് ലിങ്ക് വഴി പറഞ്ഞു. എൻ്റെ ടൈറ്റിൽ നമ്മൾ പറഞ്ഞു.
ദെൻ ബോഡി ഓപ്പൺ ചെയ്തു. ആദ്യം ഡിവിഷൻ ക്ലാസ് സെക്ഷൻ 1. സോ നമുക്കൊരു ഡിവിഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് സെക്ഷൻ 1. സോ ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, സെക്ഷൻ 1 എന്നോ മൈ ഫേവറേറ്റ് 1 എന്നോ ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഒരു ഡിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഡിവിഷൻ ക്ലാസിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് ഹെഡ് 1 കൊടുത്തു, അതിനകത്ത് നമ്മൾ എബൌട്ട് ബി വെച്ചു. ഓക്കെ, ദെൻ ആ ക്ലാസ്സിൽ നമ്മൾക്ക് ഒരു പാരഗ്രാഫ് വെച്ചു. അവിടെ നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും കുറച്ച് വേർഡ്സ് നമ്മൾ ഒരു സെൻറ്റൻസ് നമ്മൾ എബൌട്ട് മീ ആണ് നമ്മളുടെ ഹെഡിങ്. സോ എബൌട്ട് മീ ആവുന്ന രീതിയിൽ യു ക്യാൻ റൈറ്റ് യുവർ ഓൺ സെൻറ്റൻസസ് ഹിയർ. സോ ഒരു പാരഗ്രാഫ് അവിടെ ഓപ്പൺ ചെയ്തു, പാരഗ്രാഫ് ക്ലോസ് ചെയ്തു, പാരഗ്രാഫിൻ്റെ കണ്ടന്റ് നമ്മൾ ഫില്ല് ചെയ്തു, അതിന് ഹെഡിങ് കൊടുത്തു. ഈ ഹെഡിങ്ങും പാരഗ്രാഫും സെയിം ഡിവിഷൻ ക്ലാസ്സിലാണ്. ആ ഡിവിഷൻ്റെ പേര് സെക്ഷൻ 1 എന്നാണ്. സോ സെക്ഷൻ 1 എന്ന് പറയുന്നത് div ഡോട്ട് സെക്ഷൻ 1 എന്ന് പറയുന്നത് നമുക്ക് div ഡോട്ട് സെക്ഷൻ 1. ദെൻ ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഈ ഡിവിഷൻ ക്ലാസ്സിലെ എല്ലാ എലമെന്റിനും അപ്ലൈ ചെയ്ത് വരും. സോ അടുത്ത വീണ്ടും ഒരു പാരഗ്രാഫ് വെച്ചു. നമുക്ക് 5 പാരഗ്രാഫ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു പാരഗ്രാഫ് നമ്മൾ സെക്ഷൻ 1ലേക്ക് കൊടുത്തു, രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ സെക്ഷൻ 1ൽ തന്നെ കൊടുത്തു. കറന്റ്ലി ഐ ആം എക്സ്പ്ലോറിംഗ് HTML, CSS, JavaScript to build interactive websites. ഇതിൽ നമ്മൾ രണ്ട് പാരഗ്രാഫ് ഇത് നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണോ സിറ്റുവേഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് അതിന് ആപ്റ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഡിവിഷൻ ക്ലാസ് അവിടെ ക്ലോസ് ചെയ്തു. സോ ഫസ്റ്റ് സെക്ഷൻ, 2 സെക്ഷനാണ് നമ്മൾ വെബ് പേജിൽ വേണ്ടത്. ആദ്യത്തെ ഡിവിഷൻ ഇതാണ്. ആദ്യത്തെ ഡിവിഷനിൽ ഒരു ഹെഡിങ് ഉണ്ട്, 2 പാരഗ്രാഫും ഉണ്ട്. സോ ഫസ്റ്റ് സെക്ഷനിൽ ഒരു ഹെഡിങ്, 2 പാരഗ്രാഫ്. ആ സെക്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് div ഡോട്ട് സെക്ഷൻ 1ൽ മാനേജ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഡിവിഷനിൽ നമ്മൾ ഒരു ഹെഡിങ്ങും 2 പാരഗ്രാഫും ഡിഫൈൻ ചെയ്തു. നമുക്ക് 2 സെക്ഷൻ കൂടി ഉണ്ട്, ഒരു 3 പാരഗ്രാഫും ബാക്കിയുണ്ട്. സോ നമ്മളുടെ HTML പേജിലെ അടുത്ത സെക്ഷൻ ഒരു ഡിവിഷൻ ക്ലാസ്, അതിന് പേര് നമ്മൾ അല്ലെങ്കിൽ ക്ലാസിൻ്റെ ലേബൽ സെക്ഷൻ 2 എന്ന് കൊടുത്തു. ദെൻ ആ ഡിവിഷൻ ക്ലാസ്സിൽ നമ്മളൊരു സെക്കൻഡ് ഹെഡിങ് ഡിഫൈൻ ചെയ്തു, മൈ ഹോബീസിലെ ഒരു പാരഗ്രാഫ്. നമുക്ക് നിങ്ങളുടെ ഹോബീസ് എന്താണോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണോ ആ കോണ്ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയ എന്തെങ്കിലും നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഫസ്റ്റ് പാരഗ്രാഫിലെ സം ഡേറ്റ നമ്മൾ ഫില്ല് ചെയ്തു. ദെൻ സെക്കൻഡ് പാരഗ്രാഫിലെ 1 വീക്കെൻഡ്സ്, അതായത് സെക്കൻഡ് ഒരു പാരഗ്രാഫ് ഡേറ്റയും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചു. സോ നമ്മളെ സെക്കൻഡ് ഡിവിഷൻ ക്ലാസ്സിൽ നമ്മൾക്ക് ഒരു ഹെഡിങ് ഉണ്ട്, 2 പാരഗ്രാഫും ഉണ്ട്. സോ നമ്മളെ ഫസ്റ്റ് ഡിവിഷനിലെ ഒരു ഹെഡിങ്ങും 2 പാരഗ്രാഫും P1 ആൻഡ് P2 വച്ചു. സെക്കൻഡ് ഡിവിഷനിൽ നമുക്ക് സെക്കൻഡ് ഹെഡിങ് കൊടുത്തു, 3ാമത്തെ പാരഗ്രാഫും 4ാമത്തെ പാരഗ്രാഫും കൊടുത്തു. ദെൻ നമ്മൾ ഇത് ഫസ്റ്റ് ഡിവിഷൻ, ദെൻ സെക്കൻഡ് ഡിവിഷൻ, ദെൻ 3ാമതൊരു ഡിവിഷൻ കൂടി നമ്മൾ കൊടുക്കാൻ പോവാണ്. അതിൻ്റെ പേര് നമ്മൾ സെക്ഷൻ 3 എന്ന് കൊടുത്തു. ദെൻ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഒരു പേര് നിർബന്ധമില്ല, എന്ത് വേണമെങ്കിലും ആകാം, ഒരു ലേബൽ മാത്രമാണ്. ദെൻ 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഹെഡിങ് കൂടി കൊടുത്തു, 3ാമത്തെ ഹെഡിങ് കൊടുത്തു. സെക്ഷൻ 3ൽ 3ാമത്തെ ഹെഡിങ് ഡിഫൈൻ ചെയ്തു. ദെൻ അവിടെ 5ാമത്തെ പാരഗ്രാഫും കൂടി വെച്ചു. ദെൻ ആ ക്ലാസ് അവിടെ ക്ലോസ് ചെയ്തു. സോ നമ്മൾ HTML പേജ് അവിടെ കംപ്ലീറ്റ് ആയി. സോ ബോഡി കംപ്ലീറ്റ് ആയി. സോ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് HTML പേജ്. തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് പ്രകാരം നമ്മൾ 3 ഹെഡിങ് വെച്ചിട്ടുണ്ട്. ഓരോ ഹെഡിങ്സിൽ എബൌട്ട് മീ, മൈ ഹോബീസ് ആൻഡ് ഫ്യൂച്ചർ ഗോൾസ് എന്ന 3 ഹെഡിങ് കൊടുത്തു. 3 ഹെഡിങ്ങിലും അതിൻ്റെതായ പാരഗ്രാഫും കൊടുത്തു. 5 പാരഗ്രാഫ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ HTML പേജ് മാത്രമേ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി കോണ്ടെക്സ്റ്റ് തന്നിരിക്കുന്ന പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു എക്സ്റ്റേണൽ CSS ഫയൽ യൂസ് ചെയ്യണം. CSS ഫയൽ യൂസ് ചെയ്ത് ഈ 3 ഹെഡിങ്ങും അല്ലെങ്കിൽ ഈ 3 സെക്ഷനിലുള്ള ഓരോ കണ്ടന്റും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് ഡിവിഷൻ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ പാരഗ്രാഫും നമുക്ക് ആഡ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. സോ നമ്മൾ HTML പേജ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. സോ HTML അത് ക്ലോസും ചെയ്തു. ദെൻ നമ്മൾക്ക് CSS ഫയലിലേക്ക് വരുമ്പോൾ CSS ഫയലിൽ നമ്മൾ ഡിഫൈൻ അപ്ലൈ ജനറൽ ഫോണ്ട് സ്റ്റൈൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബോഡിയിൽ നമ്മൾ ഏരിയൽ ആൻഡ് സൺ സീരീസ് എന്ന് പറയുന്ന 2 ഫോണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഏരിയൽ ഉണ്ടെങ്കിൽ ഏരിയൽ ഓൺ ചെയ്യും, അല്ലെങ്കിൽ സൺസ് പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള 2 ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫോണ്ട് ഫാമിലി വെച്ചു. ഫോണ്ട് സൈസ്, അതായത് ബോഡിയിലെ ടോട്ടൽ ജനറൽ ആയിട്ട് ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് 14 ആയിട്ട് വെച്ചു. ദെൻ ബോഡിയിലെ കണ്ടന്റിന്റെ എല്ലാം ഡീഫോൾട്ട് കളർ ബ്ലാക്ക് ആയിട്ട് വെച്ചു. ദെൻ ബോഡി ക്ലോസ് ചെയ്തു. ദെൻ സെക്ഷൻ 1, അതായത് നമ്മളുടെ ഡിവിഷൻ ക്ലാസ്സില് സെക്ഷൻ 1 എന്ന് എഴുതിയിട്ടുണ്ട്. സോ സെക്ഷൻ 1ന്റെ പേരുണ്ട്. സോ ഡോട്ട് സെക്ഷൻ 1 എന്ന് നമ്മൾ കൊടുത്തു. സോ ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞിട്ടുണ്ട്, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് കളറാണ് പറഞ്ഞത്. സെക്ഷൻ 1ന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ
ഹൈഫൻ കളർ കോളൻ ലൈറ്റ് ബ്ലൂ, ആദ്യത്തെ സെക്ഷൻ നമ്മൾ ലൈറ്റ് ബ്ലൂ കൊടുത്തു. ദെൻ കളർ ഈസ് ഈക്വൽ ടു ഡാർക്ക് ബ്ലൂ കൊടുത്തു. സോ സെക്ഷൻ 1 കണ്ടന്റിന് എല്ലാത്തിനും നമ്മൾ ഡാർക്ക് ബ്ലൂ ആണ് കളർ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കളറൊന്നും പറഞ്ഞിട്ടില്ല, ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടന്റുകളെല്ലാം പാഡിങ് 15px കൊടുത്തു. കണ്ടന്റിനല്ല, സെക്ഷൻ 1 പാഡിങ് 15px കൊടുത്തു. ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം അലൈൻമെന്റ് നമ്മൾ ലെഫ്റ്റ് കൊടുത്തു. ദെൻ സെക്ഷൻ 1 പ്രോപ്പർട്ടീസ് അവിടെ ക്ലോസ് ചെയ്യും. സോ ഡ്യൂ സെക്ഷൻ 1 എന്ന് പറഞ്ഞിരിക്കുന്ന HTML സെക്ഷനിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ CSS ഫയലിലെ ഈ സെക്ഷനുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുപോലെ സെക്ഷൻ 2 നമ്മൾ സ്റ്റൈലിംഗ് കൊടുക്കാൻ പോവാണ്. ഡോട്ട് സെക്ഷൻ 2 അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീൻ കൊടുത്തു. അതിന്റെ ഡിവിഷനിലെല്ലാ ഐറ്റത്തിന്റെയും കളർ ഗ്രീൻ കൊടുത്തു. അതിലെ പാഡിങ് 15 കൊടുത്തു. ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് കൊടുത്തു. ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ കൊടുത്തു. ഓക്കെ, സോ ഡിഫറെന്റ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റ് അലൈൻമെന്റ്. ആദ്യത്തെ സെക്ഷൻ നമ്മൾ ലെഫ്റ്റ് കൊടുത്തു, ദെൻ ജസ്റ്റിഫൈ കൊടുത്തു. അടുത്ത സെക്ഷനിൽ നമുക്ക് സെക്ഷൻ 3 ഡിഫിനേഷൻ കൊടുത്തു. ഡോട്ട് സെക്ഷൻ 3 ബാക്ക്ഗ്രൗണ്ട് കളർ വേറെ ഒരെണ്ണം കൊടുത്തു. ദെൻ കളർ വൈറ്റ് കൊടുത്തു, പാഡിങ് കൊടുത്തു, ടെക്സ്റ്റ് അലൈൻമെന്റ് സെന്റർ കൊടുത്തു. അതവിടെ ക്ലോസ് ചെയ്തു. സോ 3 സെക്ഷൻ്റെയും പ്രത്യേകം പേര് വിളിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ഫാമിലിയുടെ അല്ലെങ്കിൽ സ്റ്റൈൽസ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചു. ദെൻ ഹെഡിങ്ങിന്റെ സ്റ്റൈൽ കൊടുത്തു. H1 ഫസ്റ്റ് H1 ഹെഡിങ്ങിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഫോണ്ട് സൈസ് 24 പോയിന്റ്. അതായത് H1 ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. സെക്ഷൻ ഹെഡർ 2 നമ്മൾ 20 പോയിന്റ് കൊടുത്തു. ഹെഡർ 3 നമ്മൾ 18 പോയിന്റ് കൊടുത്തു. നമ്മൾ ഡിഫോൾട്ട് സൈസ് അനുസരിച്ച് H1 ഏറ്റവും കൂടുതൽ, അതിനേക്കാൾ കുറഞ്ഞാണ് H2, അതിനേക്കാൾ കുറഞ്ഞാണ് H3. സോ 3 ഹെഡിങ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിന് ഡിഫോൾട്ട് ഒരു സൈസ് ഉണ്ട്, അതിനെ ഓവർ റൈഡ് ചെയ്ത് നമ്മൾ CSSലെ ഒരു ഹെഡിങ്ങിന്റെ സൈസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പാരഗ്രാഫിന് പാരഗ്രാഫ് നമുക്കറിയാം P1 P2 ഡിവിഷൻ 1 P3 P4 ഡിവിഷൻ 2 P5 ഡിവിഷൻ 3 സോ നമ്മൾ പാരഗ്രാഫിന് പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല, കളറൊന്നും കൊടുക്കുന്നില്ല. സോ ഡിവിഷൻ 1 ഡിഫോൾട്ട് കളർ എന്താണോ ആ കളറായിരിക്കും പാരഗ്രാഫ് 1 പാരഗ്രാഫ് 2 ഡിവിഷൻ 2 ഡിഫോൾട്ട് കളർ എന്താണോ അതായിരിക്കും P3 P4 ഡിവിഷൻ 3 കളർ എന്താണോ അതായിരിക്കും P5 സോ പ്രത്യേകിച്ച് കളർ കൊടുക്കുന്നില്ല. ക്വസ്റ്റ്യനിൽ ഇൻഹെറിറ്റൻസ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ കളർ പ്രോപ്പർട്ടീസ് ഒന്നും അപ്ലൈ ചെയ്യാത്തത്. സോ ഇതാണ് നമ്മളുടെ ഈ പാരഗ്രാഫ്. സോ ഈ പ്രോഗ്രാം നമ്മൾ എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. സോ നമ്മൾ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിൽ നമ്മൾക്ക് test.html എന്ന് പറയുന്ന ഫയലുണ്ട്. ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ വിത്ത് നോട്ട് പാഡ്. പറഞ്ഞിരിക്കുന്ന പ്രസന്റേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് കംപ്ലീറ്റ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. HTML ഓപ്പൺ ചെയ്തു, ലാംഗ്വേജ് പറഞ്ഞു, ഹെഡ് പറഞ്ഞു. ഹെഡിൽ നമ്മൾ CSSലിന്റെ ലിങ്ക് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡി സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലാസ്, അതിൽ ഹെഡിങ്ങും പാരഗ്രാഫ് സെക്ഷൻ ഡിവിഷൻ ക്ലാസ്, സെക്ഷൻ ഹെഡിങ് പാരഗ്രാഫ് 3 ആൻഡ് പാരഗ്രാഫ് 4. ദെൻ സെക്ഷൻ 3 ഡിവിഷൻ ക്ലാസ് 3. ദെൻ അവിടുത്തെ ഹെഡിങ് അവിടുത്തെ. സോ നമുക്ക് 3 സെക്ഷൻ ആണുള്ളത്, 3 ഡിവിഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഡിവിഷനിൽ പറഞ്ഞതുപോലെ ഹെഡിങ് 1 2 പാരഗ്രാഫും, സെക്കൻഡ് ഡിവിഷനിലെ ഹെഡിങ് 2 അടുത്ത 2 പാരഗ്രാഫും, സെക്ഷൻ 3 ഹെഡിങ് 3 5ാമത്തെ പാരഗ്രാഫും. ദെൻ ബോഡി ക്ലോസ് ചെയ്തു. ബോഡി ക്ലോസ് ചെയ്തതിനു ശേഷം HTML ക്ലോസ് ചെയ്തു. സോ നമ്മളുടെ ഹെഡർ ഫയൽസ് നമ്മളുടെ HTML ഫയൽസ് കംപ്ലീറ്റ് അവിടെ പേസ്റ്റ് ചെയ്തു, അത് സേവ് ചെയ്തു. ദെൻ പറഞ്ഞതുപോലെ ഒരു ഡോക്യുമെന്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. .txt മാറ്റിയിട്ട് .css ആക്കി. ദെൻ സ്റ്റൈൽ .css എന്ന് പേര് കൊടുത്തു. ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ HTML അതിൻ്റെ റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് stylus.css എന്നാണ്. സോ ഇവിടെ നമ്മൾ എന്താണോ പേരിട്ടിരിക്കുന്നത് ആ പേര് തന്നെ നമ്മൾ ഈ ഫയലിനും കൊടുക്കണം. ഓക്കെ, ദെൻ ഓപ്പൺ ദ ഫയൽ ഇൻ നോട്ട് പാഡ്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് ബോഡിയുടെ ഡിഫോൾട്ട് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. സെക്ഷൻ 1 ഡിഫോൾട്ട് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. സെക്ഷൻ 2 ഡിഫോൾട്ട് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. ദെൻ സെക്ഷൻ 3 ഡിഫോൾട്ട് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. ഹെഡർ 1 പ്രോപ്പർട്ടി നമ്മൾ ഓവർ റൈഡ് ചെയ്ത് വരാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കളർ വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹെഡർ 2 പ്രോപ്പർട്ടി ഓവർ റൈഡ് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളൊന്നും ചെയ്തിട്ടില്ല. പാരഗ്രാഫ് 1 മാത്രമാണ് ഇൻഹെറിറ്റ് ചെയ്ത് പ്രോപ്പർട്ടി വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. സോ ആ ഫയൽ അവിടെ സേവ് ചെയ്തു. സോ 2 ഫയൽസും നമ്മൾ ഒരു ഫോൾഡറിൽ വെച്ചു, അല്ലെങ്കിൽ രണ്ടും ഡെസ്ക്ടോപ്പിൽ വെക്കാം, എവിടെയാണോ അത് രണ്ടും ഒരുമിച്ച് വെച്ചു. ദെൻ വി ഓപ്പൺ ദ ഫയൽ.
ഓക്കെ. സോ നമ്മൾക്ക് 3 സെക്ഷനായിട്ട് വന്നു. ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ, തേർഡ് സെക്ഷൻ. സെക്ഷനിൽ നമ്മൾ പാഡിംഗ് പറഞ്ഞിട്ടുണ്ട്. ആ പാഡിംഗ് 15 പോയിന്റ് 3നും വന്നിട്ടുണ്ട്. ഹെഡിങ് വന്നു, അതിൻ്റെ സൈസ് അതിനേക്കാൾ കുറഞ്ഞ 24 പോയിന്റ് ആണ് ഹെഡർ 1ന് കൊടുത്തിരിക്കുന്നത്. ഹെഡർ 2ന് നമ്മൾ 20 പോയിന്റ് ആണ്. ഹെഡർ 3ക്ക് നമ്മൾ 18 പോയിന്റ് ആണ്. ദെൻ ആദ്യത്തെ പാരഗ്രാഫ് നമ്മളിവിടെ എന്തെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹെഡർ ഫയൽ എന്തെല്ലാം HTML ഫയൽ എന്തെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഇവിടെ വരും. ദെൻ ഒരു പാരഗ്രാഫ് സ്പേസിംഗ് വന്നു, ലൈൻ സ്പേസിംഗ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് വന്നു. ദെൻ മൂന്നാമത്തെ സെക്ഷൻ ബാക്ക്ഗ്രൗണ്ട് കളർ, അതിന് ടെക്സ്റ്റ് കളറ്. ദെൻ മൂന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് കോറൽ ആയിരുന്നു. ദെൻ ടെക്സ്റ്റ് കളർ അല്ലെങ്കിൽ ഡിവിഷൻ പ്രോപ്പർട്ടീസിൻ്റെ കളർ നമ്മൾ വൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്, വൈറ്റ് വന്നു. സോ 3 കളർ വന്നു. സോ ഇതാണ് നമ്മുടെ HTML പേജ്. HTML പേജ് വെച്ചിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ സെക്ഷൻ നമ്മളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി അനുസരിച്ചാണ് ഇവിടെ ഈ കളറിന്, ഇവിടെ ഈ സെക്കൻഡ് പാരഗ്രാഫിന് നമുക്ക് ഈ കളർ വരാൻ കാരണം. സോ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ ഫയൽ ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫോർ എക്സാമ്പിൾ ഈ ഫയൽ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ style.css എന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സോ HTML പറഞ്ഞിരിക്കുന്നത് stylus.css ആണ്. ഇവിടെ നമ്മൾ style.css ആണ് ഡിഫോൾട്ട് പേര് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് stylus.css മിസ്സിംഗ് ആണ്. style.css ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ റെഫറൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് HTML കോഡിൽ stylus.css എന്നാണ്. ബട്ട് നമ്മൾ ഫയൽ നെയിം style.css ആയിപ്പോയി. അതുകൊണ്ട് അവിടുത്തെ പ്രോപ്പർട്ടീസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഡിഫോൾട്ട് പ്രോപ്പർട്ടീസ് ആയ റെൻഡറിങ് ആപ്ലിക്കേഷൻ ഡിഫോൾട്ട് കളേഴ്സും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും അവിടെ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ അതിന് ശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് മോർ ടൂൾസിൽ വന്ന് ഡെവലപ്പർ ടൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന CSS പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ഹെഡർ ഫയൽസ്, നമ്മളുടെ HTML ഫയൽ കാണാൻ പറ്റുന്നുണ്ട്. ഹെഡർ ഉണ്ട്, 3 ഡിവിഷൻ ക്ലാസ് ഉണ്ട്. ഇത്ര എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ദെൻ CSS ഫയൽ വന്നു, element.css ഫയൽ മിസ്സിംഗ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. സോ ഇത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ കംപ്ലീറ്റ് എററാണ് കാണിക്കുന്നത്. stylus.css എന്നാണ് ഫയലിൻ്റെ പേര് വരേണ്ടത്. സോ നമ്മൾ അവിടെ ഓപ്പൺ ചെയ്തു. നൗ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നൗ എല്ലാം വർക്കിംഗ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഡെവലപ്പർ ടൂൾസിലേക്ക് വന്നു, ഓപ്പൺ ചെയ്തു. അതിൻ്റെ CSS സ്റ്റൈൽസ് എല്ലാം കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കി, ഇവിടെ എററൊന്നുമില്ല. മീൻസ് എവറിത്തിങ് ഈസ് വർക്കിംഗ് ആസ് എക്സ്പെക്റ്റഡ്. ഓക്കെ. സോ പ്രോപ്പർട്ടീസ്, മാർജിൻ, ബോർഡർ, പാഡിങ് എല്ലാം കാണിക്കുന്നുണ്ടോ. നമുക്ക് മാർജിൻ്റെ സൈസൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. സോ ഇതാണ് ഒരു HTML ഫയൽ, അതിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ CSS ഫയൽസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യും. സോ ഇത് കൺസോൾ അങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.